മൂമിനായ മനുഷ്യൻ മരിച്ചാൽ എല്ലാവരും മരിക്കും, അതിൽ ഡൗട്ടൊന്നുമില്ല. അയാൾ മരിച്ചത് മുതൽക്ക് അയാളെ മറവ് ചെയ്യുന്നത് വരേക്കുള്ള കാര്യത്തിൽ പങ്കുചേരുക, ഇത് ഫർദ് കിഫായയാണ്. ഏതെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. എന്നാൽ എല്ലാവർക്കും ഇത് ചെയ്യരുത് സുന്നത്ത്. ചില ആളുകളൊക്കെ നമ്മളെ സ്വന്തം ആൾക്കാർ മരിച്ചാൽ അവിടെ മാറി നിൽക്കുന്നത് കാണാം, കുളിപ്പിക്കാൻ ആളെത്തിയിട്ടില്ല എന്ന് പറയും. ഏത് നാട്ടിൽ നിന്ന് ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും ആളുകളെ കുളിപ്പിക്കാൻ വേണ്ടി വിളിച്ചു വരുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമ്മളെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ അതിനെ കുളിപ്പിക്കേണ്ട ബാധ്യത അടുത്ത ബന്ധുക്കൾക്കാണ്. നമ്മളെ ഓരോ സമ്പത്ത് ഇങ്ങനെ വാങ്ങിക്കൂട്ടാനും അവരെ അനന്തര സ്വത്തിൽ ഇങ്ങനെ പങ്കു ചോദിക്കാനുള്ള ആളുകൾ മാത്രമല്ല, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് നിർബന്ധമായും നമ്മൾ പഠിച്ചോളണം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 7 കാര്യങ്ങളാണ്. ഒന്ന്, മരിച്ചു കിടക്കുന്ന ഒരാളെ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ അടുക്കൽ വെച്ച് ഒരാൾ മരിച്ചു എങ്കിൽ ആ മരണം ഉറപ്പായി കഴിഞ്ഞാൽ ചെയ്യേണ്ട 7 കാര്യങ്ങൾ. മരണം ഉറപ്പിക്കാൻ അതിന് പറ്റുന്ന ആളുകളെ കൊണ്ട് ഉറപ്പിക്കണം. ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, ഒന്ന് കണ്ണ് ചിമ്മിപ്പിക്കുക. അപ്പൊ ഉടനെ മരിച്ച ആളാണെങ്കിൽ കണ്ണ് ചിലപ്പോൾ കൂടും. ഇല്ല എങ്കിൽ ചില അത്തിബ ഒക്കെ കുറച്ച് ഹിക്മത്തുകൾ പറയുന്നുണ്ട്. എന്നുവെച്ചാല് 2 തള്ളവിരലുകളും ഒരാൾ പിടിച്ചിട്ട് പതുക്കെ ഒന്ന് പൊക്കി പിടിക്കുക, അതുപോലെ തോളിന്റെ ഭാഗം ഒന്ന് പിടിച്ചിട്ട് പൊക്കിയിട്ട് അങ്ങോട്ട് പതുക്കെ വലിക്കുക. ഇവിടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മയ്യത്ത് അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടേണ്ട ഒരാൾ, അതിനെ ഇട്ട് ഇങ്ങനെ കളിപ്പിച്ചത് ഇടങ്ങേറാക്കരുത്. ആ രൂപത്തിലാവരുത് എന്നാണ് മൊത്തത്തിൽ ഈ ചർച്ചയിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സാധനം. വലിച്ച് പതുക്കെ കണ്ണടച്ചാൽ അടയും. സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. അത് മുജറബാണ്, അനുഭവത്തിൽ നിന്നുള്ള ആളുകൾ പഠിപ്പിച്ചതാണ്. നമ്മൾ ഉസ്താദുമാര് പറഞ്ഞ രീതിയാണ്. അപ്പൊ അത് ചെയ്തു നോക്കാവുന്നതാണ്. ഉടനെ ആണെങ്കിൽ അതെന്താവും, അടയും. ആ കണ്ണ് അടക്കണം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം ഈ താട കെട്ടലാണ്. താട കെട്ട ഇതൊക്കെ എന്തിനാന്നൊക്കെ നമുക്ക് അറിയാലോ. തൊള്ള ഇങ്ങനെ അതിങ്ങനെ വിടർന്ന് കണ്ടാലും ചിലപ്പോൾ നാവ് പുറത്തിയാടും, പല്ല് കടിച്ചു പിടിക്കും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ്. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നാവ് പുറത്താടിയിരിക്കണമെങ്കിൽ ആ നാവൊക്കെ ഉള്ളിക്കാക്കണം, നാവ് പല്ല് കടിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ മാറ്റണം. ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ താട കെട്ടുന്നത്. കുറച്ച് വീതിയുള്ള ശീലെടുത്തിട്ടാണ് താട കെട്ടേണ്ടത്. നൂലുകൊണ്ടൊന്നും ഇങ്ങനെ വലിച്ചു കെട്ടരുത്. കെട്ടുന്ന സമയത്ത് ഈ ചെവിയുടെ ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു കീറ് കൊടുത്ത് ചെവി പുറത്ത് കെട്ടുകാണ്ട് കെട്ടലാണ് നല്ലത്. മൂർദാവിന്റെ പുറത്തേക്കാക്കി കെട്ടണം. ഇവിടെ കെട്ടിയാൽ ഊരിച്ചാടും, കുറച്ച് പുറത്തേക്ക് കെട്ടണം. പിന്നെ ഇങ്ങനെ കെട്ടാ ഊര. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ, മയ്യത്തിന്റെ ബഹുമാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല. നല്ലോണം ശ്രദ്ധിക്കണം. ഇതാണ് ചെയ്യേണ്ട രണ്ടാമത്തെ പണി. മൂന്നാമത്തെ പണി, മയ്യത്ത് ആണാണെങ്കിൽ അവിടെയുള്ള പെണ്ണുങ്ങളോടൊക്കെ പുറത്തു പോകാൻ പറയും. ചിലപ്പോൾ ഭാര്യകളുണ്ടാവും, മക്കളുണ്ടാവും, എല്ലാ പെണ്ണുങ്ങളും പുറത്തു പോകണം. എന്നിട്ട് ഈ മയ്യത്തിനോട് ഏറ്റവും അടുത്ത ആൾ എന്ന് വെച്ചാൽ ഇതിന്റെ ഓർഡർ ഇങ്ങനെയാണ്: ഉപ്പ ഉണ്ടെങ്കിൽ ഉപ്പ, ഇല്ലെങ്കിൽ വല്യുപ്പ, ഇല്ലെങ്കിൽ മകന്റെ മകൻ, ഇല്ലെങ്കിൽ സഹോദരങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, അവരുടെ മക്കൾ. ഇവരില്ലെങ്കിൽ പിന്നെ എളാപ്പ മൂത്താപ്പമാര്, അവരുടെ മക്കൾ. ഇവരില്ലെങ്കിലാണ് ഇനി മഹറമായ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാല് ഉമ്മ, സഹോദരിമാര്. ഇതും കഴിഞ്ഞിട്ടാണ് ഭാര്യയ്ക്ക് ചാൻസ് ഉള്ളത്. ഇതും കഴിഞ്ഞിട്ടാണ് ഭാര്യ. ഇവര് മാത്രം അവിടെ നിൽക്കണം. ഇപ്പൊ മകൻ ഉപ്പ ഉണ്ടെങ്കിൽ ഉപ്പാക്ക് അവിടെ നിൽക്കണം, ഉപ്പാന്റെ ഉപ്പാക്കും നിൽക്കാം. ഇവര് മതി, കുറെ ആൾക്കാരൊന്നും അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇവരവിടെ നിൽക്കണം. ബാക്കിയുള്ളവരോടൊക്കെ പുറത്തു പോകാൻ പറയണം. പെണ്ണാണെങ്കിൽ ആണുങ്ങളോടൊക്കെ പുറത്തു പോകാൻ പറയണം. ഇതേ ഓർഡറിൽ ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ, ഉമ്മന്റെ ഉമ്മ, മകള്, അതുപോലെ തന്നെ മകളുടെ മകളല്ല, മകന്റെ മകള്, പിന്നെ ഉമ്മയുടെ സഹോദരിമാര്, അതുപോലെ തന്നെ ഉമ്മയുടെ സഹോദരിമാര്. ഈ രൂപത്തിലാണ് ഉണ്ടാവുക. ഇവരാണ് കർമ്മങ്ങൾ ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കേണ്ടവർ. ഇവര് തന്നെ ചെയ്യുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ മയ്യത്തിൽ എന്തെങ്കിലും അയവ് കണ്ടാൽ പുറത്തു നിന്നുള്ള ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞു നടക്കും. ഇത് നമ്മുടെ ഉമ്മാനെയും നമ്മുടെ വാപ്പാനൊക്കെ നിസ്സാരപ്പെടുത്തുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ തന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും. അത് നമ്മൾ തന്നെ ചെയ്യണം. അത് മക്കൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, മരിച്ചാൻ കിടക്കുന്ന ഉപ്പാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ മകൻ പോയിട്ട് ചൊല്ലിക്കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അനന്തര സ്വത്തിന് അർഹരായ ആൾക്കാർ ചൊല്ലിക്കൊടുക്കരുത്. അത് ഉപ്പാന്റെ മനസ്സിൽ ചിലപ്പോ ഞാൻ മരിച്ചാൽ ഇങ്ങനെ കാത്തിക്കല്ലേ എന്നൊരു തോന്നലുണ്ടാവും. അവിടെ മകൻ ചെയ്യണ്ട. പുറത്തുനിന്നുള്ള ആള് മയ്യത്തിനോട്, ഈ വാരിസ്യങ്ങൾ പെട്ടതല്ലാത്ത അടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യാം. മരുമക്കളൊക്കെ ചിലപ്പോൾ പറ്റും.
അവരൊക്കെ പറ്റും. അപ്പൊ അത് അവരാ ചെയ്തു കൊടുക്കേണ്ടത്. ഈ കർമ്മങ്ങളിലൊക്കെ മുൻപന്തിയിൽ ഉണ്ടാവേണ്ട അടുത്ത ആൾക്കാരാണ്. ഇവര് അല്ലാത്തവരൊക്കെ പുറത്തു പോകാൻ പറഞ്ഞിട്ട് മയ്യത്തിന്റെ കെണിപ്പുകളൊക്കെ ഇങ്ങനെ ഒന്ന് മയപ്പെടുത്തണം. ആദ്യം തല പിടിച്ചിട്ട് പതുക്കെ മുന്നിക്ക്. ഇതൊക്കെ ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞതിക്കൊക്കെ കൂട്ടണം കേട്ടോ. മയ്യത്തിനോടുള്ള ബഹുമാനം നഷ്ടപ്പെടുന്നത് തിരിച്ച് അങ്ങനെയൊന്നും കാട്ടരുത്. തല മുന്നിക്കാക്കുക, ബാക്കിക്കാക്കുന്ന സൈഡ് ഇങ്ങനെ ഇങ്ങനെ തലയാക്കുക. കൈ വലത് കൈ ആദ്യം എല്ലാ കെണിപ്പുകളും ഇങ്ങനെ ആക്കും. കൈ ആദ്യം ഒന്നിങ്ങനെ കൂട്ടിപ്പിടിക്കല് നല്ലതാണ്. നമ്മുടെ കയ്യിൽ രക്തോട്ടം ഉണ്ടാവുമ്പോ ആ ചൂട് ഇതിന്റെ രക്തോട്ടം ഇങ്ങനെ നിന്ന് പോവായിരിക്കും. അപ്പൊ അത് വെറുങ്ങലിച്ചു പോകും. പിന്നെ കുളിപ്പിക്കാനൊന്നും കഴിയൂല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ മയപ്പെടുത്തി കൊടുക്കണം. എല്ലാ കണിപ്പുകളും മയപ്പെടുത്തി കൊടുക്കാം. കാലിൻ്റെതും കൈൻ്റെതും ഒക്കെ ഇങ്ങനെ. ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയ്യത്ത് കുറച്ച് തിണ്ടിയിട്ടാണ് കാണണമെങ്കിൽ ചിലപ്പോൾ കുറച്ചൊക്കെ ഉറച്ചിട്ടുണ്ടാവും. അതിന് ചിലപ്പോൾ എണ്ണ ഉപയോഗിക്കേണ്ടി വരും. ചെറിയ ചൂടുവെള്ളങ്ങളൊക്കെ ഉപയോഗിച്ചാൽ അതൊക്കെ ഇങ്ങനെ പോരുമെന്നാണ് പറഞ്ഞ്. ഇനി തീരെ കിട്ടണില്ല എങ്കിൽ എല്ലൊന്നും ഓടിക്കാൻ പാടില്ല. അങ്ങനെ തന്നെ. ഇപ്പൊ നാളെ ഒരാൾ മരണപ്പെട്ട് സുജൂദിൽ കിടന്നിട്ട് അയാൾ മരിച്ച ആരും അറിഞ്ഞില്ല. അങ്ങനെ തന്നെ മറവ് ചെയ്യേണ്ടി വന്നു. ഞാൻ അയാൾ പൊട്ടിക്കാൻ പറ്റൂല, എല്ല് പൊട്ടിക്കാൻ പറ്റൂല, അതേപോലെ മറവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് മൂന്നാമത്തെ കാര്യം, കെണിപ്പുകളൊക്കെ മയപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ആ മയ്യത്ത് ധരിച്ചിരിക്കുന്നത് എത്ര പുതിയ വസ്ത്രമാണെങ്കിലും അതൊക്കെ അയച്ചു വേണം. അത് മയ്യത്തിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അയക്കുമ്പോ മയ്യത്തിന്റെ ഔറത്ത് കാണാനും പാടില്ല. അപ്പൊ ആദ്യം ഒരു തുണി കൊണ്ട് ഇങ്ങനെ പതുക്കെ മേലെ കൂടെ വെച്ചിട്ട് ഇതിങ്ങനെ പതുക്കെ ചിലപ്പം കത്രി കൊണ്ട് കട്ട് ചെയ്തെടുക്കേണ്ടി വരും, ചിലപ്പോൾ ഊരിയെടുക്കേണ്ടി വരും. എല്ലാ വസ്ത്രങ്ങളും അയച്ചു മാറ്റണം. എല്ലാ വസ്ത്രം, അത് എത്ര പുതിയ വസ്ത്രമാണെങ്കിലും അത് അയച്ചു മാറ്റണം. എല്ലാം അയച്ചു മാറ്റണം. എന്നിട്ട് മയ്യത്തിനെ നേരിയ വസ്ത്രത്തിൽ ഇങ്ങനെ മൂടാം. നേരിയ വസ്ത്രം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ കട്ടി കുറഞ്ഞ വസ്ത്രം എന്ന് കേൾക്കും. അതല്ല, ഈ കമ്പിളി പൊത്ത് പോലത്തെ കട്ടി കൂടിയത് ആവണ്ട എന്നുള്ള ആൾക്കാണ് നേരിയത് എന്ന് പറഞ്ഞു. കട്ടി കൂടണം. ഇപ്പൊ ഉദാഹരണത്തിന് ഈ വസ്ത്രത്തിന്റെ അടിയിലൂടെ തൊലിയുടെ നിറം കാണാൻ പാടില്ല. നമ്മൾ നിസ്കാരത്തിന്റെ ഔറത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ രൂപത്തിൽ തന്നെ അങ്ങനത്തെ വസ്ത്രം കൊണ്ട് മൊത്തമായിട്ടൊന്ന് മൂടി വെക്കാം. ഇതാണ് ചെയ്യേണ്ട അടുത്ത പണി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കനമുള്ള എന്തെങ്കിലും ഒന്ന്, അത് ഇരുമ്പാണ് നല്ലത് എന്നാണ് പഠിപ്പിക്കുന്നത്. നല്ല 20 മിസ്കാലിന്റെ കനം എന്നാണ് പറയുന്നത്. ഒരു മിസ്കാൽ എന്ന് പറഞ്ഞാൽ 3 ഗ്രാം ഉണ്ടാവും. അപ്പൊ 60 ഗ്രാം കനമുള്ള എന്തെങ്കിലും ആ മയ്യത്തിന്റെ പള്ളയിൽ വെക്കണം. അത് പള്ള വീർക്കാതിരിക്കാൻ, ദ്വാരങ്ങളിലൂടെ ഒക്കെ ചിലപ്പോൾ കാറ്റ് കടന്നിട്ട് പള്ള വീർക്കാനും അത് മയ്യത്തിനെ അയ്ബായി കാണിക്കാനും സാധ്യതയുണ്ട്. മയ്യത്തിന് മറ്റുള്ളവരെ അയവ് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ കനമുള്ള എന്തെങ്കിലും വെക്കണം. എന്നിട്ട് പായയോ വിരിപ്പോ ഒന്നുമില്ലാതെ, നമുക്കിപ്പോ നല്ല എമ്മ ബെഡുണ്ടെങ്കിലേ ഉറക്കരുള്ളൂ, ശരിയല്ലേ? ഇപ്പൊ അങ്ങനെ എത്ര വലിയ സോഫ സെറ്റിൽ ഉറങ്ങിയ ആളാണെങ്കിലും ഒന്നുമില്ലാത്ത ഒരു പടിയിലോ അല്ലെങ്കിൽ ഉയർന്ന ഒരു പ്രതലത്തിലോ വെക്കണം. നിലത്ത് വെക്കണം. നിലത്ത് പറഞ്ഞാൽ നിലത്തല്ല, കുറച്ച് പൊന്തിച്ചിട്ട് വെക്കണം. ഇങ്ങനെയാണ് ഈ 7 കാര്യങ്ങളാണ് നിർബന്ധമായും ചെയ്യേണ്ടതുള്ളത്. ഇനി നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്ന കുറച്ച് കാര്യങ്ങൾ, കാല് കെട്ടൽ എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അത് ചെയ്യൽ അനുവദനീയമാണ്. ചെയ്യൽ നിർബന്ധ ബാധ്യതയില്ല. അത് ചിലപ്പോൾ കുളിപ്പിക്കുമ്പോൾ കാല് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മറവ് ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ള എനിക്ക് കാല് കെട്ടലുണ്ട്. വിരല് കെട്ടൽ അനുവദനീയല്ല. കാരണം വിരല് കെട്ടിയാലും കാലിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വിടരാൻ സാധ്യതയുണ്ട്. കാല് രണ്ടിന്റെയും അതിന്റെ പാദസ്ഥലത്താണ് കെട്ടേണ്ടത്. കെട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇല്ലേ കെട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇടങ്ങേറാക്കരുത് എന്നുള്ളതാണ് ഇവരൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ കെട്ടുക അത് അനുവദനീയമായ കാര്യമാണ്. അതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ 2 കൈകൾ അവിടെ വെക്കേണ്ടത്. ചില ആൾക്കാർക്ക് കൈയിന്റെ വിരലും കൂട്ടി കെട്ടുന്ന സ്ഥലങ്ങളുണ്ട്. വള്ളം വെച്ചിട്ട് 2 കൈ കൂട്ടി കെട്ടും. അതിന്റെ ആവശ്യമില്ല. കൈ 2 വശങ്ങളോട് ചേർത്ത് വെക്കലാണ് ഏറ്റവും നല്ലത്. വള്ളമ്മ കയറ്റി വെക്കുമ്പോൾ ചിലപ്പോൾ അതൊരു അയവായിട്ട് ഇങ്ങനെ കാണും. ഇങ്ങനെ ആകെ മൂടുമ്പോൾ അതൊക്കെ ഒരു പ്രശ്നമായിട്ട് കാണും. അതില്ലാതിരിക്കാൻ വേണ്ടി 2 വശങ്ങളിലേക്ക് കൈനെ ചേർത്ത് വെക്കലാണ് നല്ലത്. അങ്ങനെ വെക്കും. തലയുടെ അടിഭാഗത്ത് എങ്ങനെ കിടത്തേണ്ടത്, അത് അതിലാണ് കുറെ ആൾക്കാർക്ക് പ്രശ്നമുള്ളത്. എങ്ങനെ കിടത്തേണ്ടത്, നമ്മളോട് എങ്ങനെയാണോ തങ്ങൾ കിടക്കാൻ പറഞ്ഞത് അതേപോലെ തന്നെ കിടക്കേണ്ടത്. ചില ആൾക്കാർ അത് ഖബറിൽ കിടക്കുന്ന രൂപത്തിലല്ലേ കിടക്കേണ്ടത്. അതെ, അതാണ് ഏറ്റവും നല്ല രൂപം. വടക്ക് തെക്ക് ഭാഗത്തിലായിട്ട് കിടത്തിയിട്ട് വലത് ഭാഗത്തേക്ക് ചെരിച്ച് കിടക്കാം. ഇങ്ങനെ മയ്യത്തിനെ കടത്തൽ പ്രയാസമായിരിക്കും. എന്നാൽ മയ്യത്ത് അങ്ങോട്ട് മറിയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ചുമരിനോട് അടുപ്പിച്ചിടേണ്ടി വരും. അല്ലെങ്കിൽ ബാക്കിൽ എന്തെങ്കിലും കട്ട വെക്കേണ്ടി വരും.
അതുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ വ്യാപിച്ച ഒന്നാണ് ഇവിടെ ഏറ്റവും അഫ്ളൽ എന്ന് ഞാൻ പറയുന്നു എന്ന് ശറഹുൽ മുഹദ്ദബിലെ ഇമാം നവവി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അത് ഏത് കടത്തമാണ്? കാലിന്റെ ഭാഗം, കാലിന്റെ ഈ പള്ള കിബിലയിലേക്ക് തിരിയുന്ന കോലത്തിൽ കടത്താം. അല്ലാതെ പെരന്റെ മുൻഭാഗം ഏത് ഭാഗത്തേക്കാണ് അത് നോക്കിയിട്ടല്ല. പിന്നെ എങ്ങനെ നടത്തണ്ടേ? പള്ളയുടെ ഭാഗം കിബിലയിലേക്ക് തിരിഞ്ഞിക്കണം. കാലിന്റെ പള്ള, തല അല്പം പൊക്കണം. അതിന് തലയുടെ ഭാഗത്ത് ചെറിയ കട്ടി കുറഞ്ഞ തലയിണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മുണ്ട് ഇങ്ങനെ മടക്കിയിട്ട് അതൊന്ന് വെച്ചു കൊടുക്കണം. അത് കിബിലയുടെ ഭാഗത്തേക്ക് മോകാവാൻ. ഈ ചില ആൾക്കാർ കട്ടിലിന്റെ ആ തലയുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ ഒരു അടിഭാഗത്ത് എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് പൊന്തിച്ചെടുത്തലും നല്ല രൂപം തന്നെയാണ്. അതും കുഴപ്പമില്ല. കിബിലയുടെ ഭാഗത്തേക്ക് അങ്ങനെ തിരിച്ചു കടത്തണം. ഇങ്ങനെയാണ് കടത്തേണ്ട രൂപം.